ഹരേ കൃഷ്ണ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഭഗവാന്റെ സാന്നിധ്യം അത്രയേറെ അനുഭവപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പേരിൻ്റെയും പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ദ്വാപരയുഗത്തിൻ്റെ അവസാനം ദ്വാരകാ നഗരം കടലിനാൽ മൂടപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ആഗ്രഹമുണ്ടായി. തൻ്റെ പിതാവ് വസുദേവർ കാലങ്ങളായി പൂജിച്ചു വന്ന ഒരു നാരായണ വിഗ്രഹമുണ്ട്. അതൊരിക്കലും പാഴായി പോകരുത്. അങ്ങനെ ഭഗവാൻ ബൃഹസ്പതി ഗുരുവിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ വിഗ്രഹം ഉചിതമായൊരു സ്ഥലത്ത് സ്ഥാപിക്കണമെന്ന്. ഭഗവാന്റെ സാന്നിധ്യം അത്രയേറെ ഉൾക്കൊണ്ടൊരു വിഗ്രഹമായിരുന്നു അത്. അങ്ങനെ ഗുരു ബൃഹസ്പതി വായുദേവന്റെ സഹായത്താൽ വിഗ്രഹം സ്ഥാപിച്ച സ്ഥലമാണ് ഗുരുവായൂർ എന്നറിയപ്പെടുന്നത്. അതായത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ബൃഹസ്പതി ഗുരു ഈ വിഗ്രഹം ഗുരുവായൂർ സ്ഥാപിച്ചത്. സമ്പൂർണ്ണ ശക്തിയോടുകൂടി ഭഗവാൻ വാഴുന്ന ഈ ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠം എന്നാണ് അറിയപ്പെടുന്നത്.